2011 മുതൽ 2025 വരെയുള്ള 15 വർഷങ്ങളിൽ ഓരോ വർഷത്തിലും മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഹിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2011 ഏറ്റവും വലിയ വിജയം മോഹൻലാലിനെ നായകനാക്കി ജോഷി ഒരുക്കിയ മൾട്ടി സ്റ്റാർ ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. സുരേഷ് ഗോപി, ദിലീപ്, ശരത് കുമാർ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു ക്രിസ്ത്യൻ ബ്രദേഴ്സ്. 18,72,00,000 രൂപയാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. 2012 ഏറ്റവും വലിയ വിജയം ജോസ് തോമസ് സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം മായാമോഹിനി. 19 കോടിക്ക് മുകളിലാണ് മായാമോഹിനി 2012 ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. ദിലീപ് സ്ത്രീവേഷത്തിലെത്തിയ ചിത്രം വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. ഉദയകൃഷ്ണ, CBK തോമസ് രചന നിർവഹിച്ച ഈ ചിത്രം ദിലീപിന് കുടുംബ പ്രേക്ഷകർക്കിടയിലുള്ള വലിയ പിന്തുണയിലാണ് വമ്പൻ ഹിറ്റായി മാറിയത്. 2013 ഏറ്റവും വലിയ വിജയം മലയാള സിനിമയിലെ എല്ലാ റെക്കോർഡുകളും തകർത്ത മോഹൻലാൽ ചിത്രം ദൃശ്യം. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ചിത്രം നേടിയെടുത്തത് 63 കോടിക്ക് മുകളിലാണ്. ജീത്തു ജോസഫ് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ദൃശ്യം. 2014 മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയം അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത ബാംഗ്ലൂർ ഡേയ്സ്. ഏതാണ്ട് 46.97 കോടി രൂപയാണ് ബാംഗ്ലൂർ ഡേയ്സ് സ്വന്തമാക്കിയത്. യുവാക്കൾക്കിടയിൽ വലിയ തരംഗമായി മാറിയ ചിത്രം നിർമ്മിച്ചത് അൻവർ റഷീദ് ആയിരുന്നു. ദുൽഖർ സൽമാൻ, നിവിൻ പോളി, നസ്രിയ, ഫഹദ് ഫാസിൽ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രമായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്. 2015 ഏറ്റവും വലിയ വിജയം അൽഫോൻസ് പുത്രൻ ഒരുക്കിയ നിവിൻ പോളി ചിത്രം പ്രേമം. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മലയാള സിനിമയുടെ സർവ്വകാല റെക്കോർഡ് തീർത്ത ചിത്രമായിരുന്നു പ്രേമം. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 40 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ പ്രേമം റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും ഓവർസീസ് മാർക്കറ്റിലും വലിയ രീതിയിൽ ട്രെൻഡായി മാറി. ഒരു കൂട്ടം മികച്ച അഭിനേതാക്കളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ചിത്രം കൂടിയായിരുന്നു പ്രേമം. പ്രേമത്തിന് ശേഷം മലയാള സിനിമയിൽ ഒരു കംപ്ലീറ്റ് ട്രെൻഡ് സെറ്റർ ചിത്രം ഉണ്ടായിരുന്നില്ല. ആഗോള ബോക്സ് ഓഫീസിൽ ദൃശ്യം നേടിയ റെക്കോർഡാണ് പ്രേമം മറികടന്നത്. 2016 ഏറ്റവും വലിയ വിജയം സാക്ഷാൽ പുലിമുരുകൻ. 100 കോടി എന്ന മാന്ത്രിക സംഖ്യ മലയാള സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിത്തന്ന സിനിമ. ലാലേട്ടൻ്റെ ഗംഭീര പ്രകടനവും ഉദയകൃഷ്ണയുടെ മികച്ച തിരക്കഥയും പീറ്റർ ഹെയ്ൻ ഒരുക്കിയ കിടിലൻ ആക്ഷൻ രംഗങ്ങളും വൈശാഖിൻ്റെ സംവിധാന മികവുമാണ് പുലിമുരുകനെ ഇത്രയേറെ വലിയ വിജയമാക്കി മാറ്റിയത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി നേടി എന്നതിനപ്പുറത്തേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി 50 കോടിക്ക് മുകളിൽ നേടിയ ചിത്രം കൂടിയായിരുന്നു പുലിമുരുകൻ. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 85 കോടിയോളം രൂപയാണ് പുലിമുരുകൻ സ്വന്തമാക്കിയത്. 2017 ഏറ്റവും വലിയ വിജയം ജിബു ജേക്കബ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. 44 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. മീനയായിരുന്നു മോഹൻലാലിൻ്റെ നായികയായി എത്തിയത്. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമിട്ടെത്തിയ ഈ ചെറിയ ചിത്രം മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. മോഹൻലാലിനെ ഒരു ഇടവേളയ്ക്ക് ശേഷം കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായകനാക്കി മാറ്റിയ ചിത്രം കൂടിയായിരുന്നു ഇത്. 2018 ഏറ്റവും വലിയ വിജയം നേടിയ മലയാള സിനിമ നിവിൻ പോളി നായകനായ കായംകുളം കൊച്ചുണ്ണി. 70 കോടിക്ക് മുകളിലാണ് ഈ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. റോഷൻ ആൻഡ്രൂസ് ആണ് ചിത്രം സംവിധാനം ചെയ്തത്. സിനിമ നിർമ്മിച്ചത് ഗോകുലം ഗോപാലനായിരുന്നു. ലാലേട്ടൻ്റെ അതിഥി വേഷമാണ് ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടാൻ സഹായകമായത്. 2019 മലയാള സിനിമയിൽ നിന്ന് ഏറ്റവും കളക്ഷൻ നേടിയത് മോഹൻലാലിൻ്റെ ലൂസിഫർ. പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത് മുരളി ഗോപിയായിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ടാമതായി 100 കോടി കളക്ഷൻ നേടിയ മലയാള സിനിമയായിരുന്നു ലൂസിഫർ. 128 കോടിയോളം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. ആന്റണി പെരുമ്പാവൂരാണ് സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏതാണ്ട് 66 കോടിയോളം രൂപയാണ് അക്കാലത്ത് ലൂസിഫർ കളക്ട് ചെയ്തത്. 2020 ഏറ്റവും വലിയ വിജയം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബൻ ചിത്രം അഞ്ചാം പാതിര. ഏതാണ്ട് 47 കോടിക്ക് മുകളിലാണ് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രം സ്വന്തമാക്കിയത്. കൊറോണ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് 2020 തിയേറ്ററിലെത്തിയത്. എങ്കിലും സാമാന്യം ഭേദപ്പെട്ട കളക്ഷൻ നേടിയ അഞ്ചാം പാതിരയാണ് ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി വിജയമായ ചിത്രം. കുഞ്ചാക്കോ ബോബൻ്റെ മികച്ച പ്രകടനവും മിഥുൻ മാനുവൽ തോമസിൻ്റെ പഴുതടച്ച തിരക്കഥയുമാണ് ചിത്രത്തിന് വലിയ വിജയം സ്വന്തമാക്കി തന്നത്. 2021 ഏറ്റവും വലിയ വിജയം ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ്. ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചിത്രം ഏതാണ്ട് 81 കോടിക്ക് മുകളിലാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത്. കോവിഡ് ആയതുകൊണ്ട് 50% ഒക്യുപ്പൻസിയിലാണ് തിയേറ്ററുകളിൽ ഈ ചിത്രം കളിച്ചത്. എങ്കിലും ദുൽഖർ സൽമാൻ്റെ വലിയ സ്റ്റാർഡം തന്നെ ഈ ചിത്രത്തിന് വമ്പൻ കളക്ഷൻ നേടാൻ സഹായകമായി മാറി. കുറുപ്പ് എന്ന ചിത്രത്തിന് ശേഷം ദുൽഖർ സൽമാന് മലയാളത്തിൽ ഒരു ക്ലീൻ ഹിറ്റ് ചിത്രമില്ല. ഇതിനുശേഷം അധികവും അദ്ദേഹം ചെയ്തിട്ടുള്ളത് അന്യഭാഷ സിനിമകളുമാണ്. 2022 ഏറ്റവും വലിയ വിജയം മമ്മൂട്ടിയുടെ ഭീഷ്മപർവം. 85 കോടിയോളമാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. വലിയ ഇടവേളയ്ക്ക് ശേഷം അമൽ നീരദും മമ്മൂട്ടിയും ഒരുമിച്ച ചിത്രം.
മമ്മൂക്കയ്ക്ക് ആദ്യമായി 50 കോടി നേട്ടം സ്വന്തമാക്കി കൊടുത്ത ചിത്രം. മമ്മൂട്ടി എന്ന താരത്തെ വേണ്ട രീതിയിൽ അമൽ നീരദ് ഉപയോഗിച്ച ചിത്രമായിരുന്നു ഭീഷ്മ. മമ്മൂട്ടിയുടെ മികച്ച പ്രകടനവും അമൽ നീരദിന്റെ സംവിധാന മികവുമാണ് ഈ ചിത്രത്തിന് വമ്പൻ വിജയം നേടിക്കൊടുത്തത്. 2010 പോക്കിരി രാജയ്ക്ക് ശേഷം ഒരു മമ്മൂട്ടി ചിത്രം മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഇയർ ടോപ്പറായി മാറുന്ന കാഴ്ചയും ഭീഷ്മപർവത്തിലൂടെ കണ്ടു. 2023 മലയാളത്തിൽ നിന്ന് ഏറ്റവും വലിയ വിജയമായത് 2018 എന്ന ചിത്രമാണ്. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 175 കോടിയോളം സ്വന്തമാക്കി. ആഗോള ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും 7 വർഷങ്ങൾക്ക് ശേഷം പുലിമുരുകൻ്റെ റെക്കോർഡ് തകർത്ത ചിത്രമായിരുന്നു ഇത്. 2018 കേരളത്തിൽ സംഭവിച്ച പ്രളയമാണ് ഈ ചിത്രം ആധാരമാക്കിയത്. മികച്ച മേക്കിംഗ് തന്നെയാണ് ഈ ചിത്രത്തിന് ഗംഭീര വിജയം സാധ്യമാക്കിയത്. 2024 ഏറ്റവും വലിയ വിജയമായത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ചിദംബരമാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. മോളിവുഡിലെ ആദ്യത്തെ 200 കോടി നേട്ടം സ്വന്തമാക്കിയ സിനിമയായിരുന്നു ഇത്. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 70-75 കോടിക്കിടയിലാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. എങ്കിലും റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും അതുപോലെ ഓവർസീസിലും ഗംഭീര പ്രകടനം നടത്തി. റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. 2025 ഏറ്റവും വലിയ വിജയം ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക. 302.65 കോടിയാണ് ഈ ചിത്രം സ്വന്തമാക്കിയത്. ദുൽഖർ സൽമാനാണ് ഈ ചിത്രം നിർമ്മിച്ചത്. കല്യാണി പ്രിയദർശനും നെസ്ലനുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മലയാളത്തിൽ നിന്ന് ആദ്യമായി ഒരു ചിത്രം 300 കോടി നേടുന്നത് ലോകയിലൂടെയാണ്. വേൾഡ് വൈഡ് മാർക്കറ്റിലും കേരള മാർക്കറ്റിലും ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു ലോക. കേരളത്തിൽ നിന്ന് ഏതാണ്ട് 121 കോടിയോളം ഈ ചിത്രം സ്വന്തമാക്കി. എല്ലാ മാർക്കറ്റിലും ഗംഭീര പ്രകടനം കാഴ്ചവെച്ച സിനിമയായിരുന്നു ഇത്.